ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് മാസം നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഡിഫറെൻറ്റ് സബ്ജക്റ്റിന് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് HSA സോഷ്യൽ സ്റ്റഡീസിനെ പറ്റിയാണ്. അപ്പോൾ മാർച്ച് 19 പരീക്ഷ വരുന്നത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. HSA സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് മുൻവർഷ ചോദ്യ പേപ്പറുകൾ നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ HSA അവസാനം നടത്തിയ സോഷ്യൽ സ്റ്റഡീസ് സബ്ജക്റ്റിൽ അവസാനം നടത്തിയ 2016 പരീക്ഷ നടത്തിയത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടതായിട്ടുണ്ട്. 2009 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടതായിട്ടുണ്ട്. 2007 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ നോക്കരുത്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്. കാരണം ഒരുപാട് സബ്ജക്റ്റ് നിങ്ങൾക്ക് മനഃശാസ്ത്രം, അതുപോലെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രം, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ലാതെ റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെ പഠിച്ചു വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ PSCയുടെ മാറിയ ട്രെൻഡൊക്കെ അറിയാമല്ലോ. പുതിയ പാറ്റേൺ ചോദ്യങ്ങളായിരിക്കും, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ 3 വർഷങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പാഠപുസ്തകങ്ങളിലെ 5 മുതൽ 12 വരെയുള്ള പാഠപുസ്തകങ്ങളിലെ വസ്തുതകളും കൂടി ഉൾപ്പെടുത്തി ന്യൂ പാറ്റേൺ രീതിയിൽ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ച ഒരു ബുക്കാണ് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ HSA സോഷ്യൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഈ പുസ്തകം. ഇതിനകത്ത് 20 മാതൃകാ ചോദ്യങ്ങൾ, നമ്മുടെ ഈ ന്യൂ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തി സിലബസ് ഓറിയന്റഡ് ആയിട്ട് 20 മാതൃകാ ചോദ്യങ്ങൾ, അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, 2016, 2009, 2007, ഈ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഒന്നുപോലും വിട്ടുപോകാതെ റിലേറ്റഡ് ഫാക്ട്സ് ഫുള്ളായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCERT 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് സൈക്കോളജി ക്വസ്റ്റ്യൻസ്, അതുമാത്രമല്ല കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, കേരള റിനൈസൻസ്, ഇന്ത്യൻ ഹിസ്റ്ററി, എല്ലാ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ പാക്കേജ് തന്നെയാണ്. റാങ്ക് ഫയലായിട്ടും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ് HSA സോഷ്യൽ സ്റ്റഡീസിൻ്റെ ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ഈ ഒരു ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ കണ്ടൻസ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ബുക്കിൻ്റെ ആദ്യം തന്നെ HSA സോഷ്യൽ സയൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. പാർട്ട് A 3 മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. പാർട്ട് B പഠിക്കാനുള്ള PSC തന്നിരിക്കുന്ന സിലബസ് ഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ശേഷം ഉള്ളടക്കം പരിശോധിച്ചാൽ PSC മുൻവർഷം നടത്തിയ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. HSA സോഷ്യൽ സ്റ്റഡീസ് 2016 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് എക്സ്പ്ലനേഷൻ അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. 2007 നടത്തിയ പരീക്ഷയുടെ, 2009 നടത്തിയ പരീക്ഷയുടെ, ഈ 3 പരീക്ഷയുടെയും വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 17 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 17 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്, കേരള ഹിസ്റ്ററി, കേരള റിനൈസൻസ്, കേരള പൊളിറ്റിക്സ്, ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, വേൾഡ് ഹിസ്റ്ററി, കേരള ജോഗ്രഫി, കേരള ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഇൻഡസ്ട്രി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ട്രാൻസ്പോർട്ട്, എക്കണോമിക്സ്, സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, സൈക്കോളജി. ഇത്രയും ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ശേഷം ഇത്രയും ഓരോ ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. MCQ രീതിയിലാണ്, അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ബുക്കിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണിച്ചിരിക്കുന്നത്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുൻവർഷ ചോദ്യ പേപ്പർ റിലേറ്റഡ് ഫാക്ട്സ് അടക്കം, ഒരു ഫാക്ട് പോലും വിട്ടുപോകാതെ റിലേറ്റഡ് ഫാക്ട്സ് അടക്കമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ PSC പരീക്ഷകളിൽ ബെസ്റ്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ബുക്കുകളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ അതേപടി തന്നെ ആവർത്തിച്ചു വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ബെസ്റ്റിന്റെ ബുക്ക് നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും വാങ്ങുക. അപ്പോൾ ഈ പുസ്തകത്തിന് 100 രൂപ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 100 രൂപ ഡിസ്കൗണ്ടോടുകൂടി ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ബുക്ക്
എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളിലും അവൈലബിൾ ആണ്. അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഡിസ്കൗണ്ടിൽ ഈ ബുക്ക് കിട്ടുന്നതാണ്. ബുക്കിൻ്റെ ആക്ച്വൽ പ്രൈസ് 700 റുപ്പീസ് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ഡിസ്കൗണ്ടിൽ ഈ ബുക്ക് അവർ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാം, ഈ HSA സോഷ്യൽ സ്റ്റഡീസ് എക്സാം ഉള്ളവരെ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബുക്കാണ്. ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കുക. ഇനി ഏകദേശം ഒരു 1.5 മാസം, 1 മാസം എന്ന് കണക്കാക്കാം, 1 മാസം ടൈമുണ്ട്. ഈ 1 മാസം നന്നായിട്ട് പരീക്ഷ എഴുതി പരിശീലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് വാങ്ങാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഈ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക്